വയ്യാത്ത പർച്ചേസിനെ അന്വേഷിച്ച് വന്നാക്കുന്ന നോക്കി സുഹൃത്തുക്കളെ നോക്കും ഇവനെ അറിയിച്ചിട്ടേ വീര എല്ലാരും ഒന്ന് കൊടുക്ക് വീര അവൻ ചാടോട്ടെ വീട്ടിലോട്ട് സൈക്കിളിന് ഇത് നോക്കിക്കണ്ടേ എല്ലാവരും ഉൾ ബെഡ്റൂമിൽ കയറി കിടക്കണം. അവനും കയറി ഇവിടെ എന്തോ കാര്യം അന്വേഷിക്കാൻ വന്നേ കേട്ടോ. രാവിലെ മുതൽ കാര്യം അന്വേഷിക്കാൻ നടക്കാം അവൻ. എന്തിനാ അവിടെ പരിപാടി? കട്ടിലും കയറി കിടക്കാൻ പോവാ. കട്ടിലും കയറി കിടക്കാൻ ഇവനെയും കൊണ്ട് വലിയ പാടായില്ല. ഇവനും കയറി കിടക്കാൻ പോവാ കട്ടില്. മഴ കൊണ്ട് വന്നേക്കണം മേത്തൊക്കെ വെള്ളം. നിനക്ക് എന്താ പരിപാടി? നീ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? നിങ്ങളുടെ ആരുണ്ടായിരുന്നോ? കുട്ടിക്കടലെ വേണേ കുട്ടിക്കടലെ കൊടുക്കടാ. പാത്രത്തിൽ കുട്ടിക്കടലെ കൊടുക്കടാ. കൊച്ചിന് കണ്ണുമോനെ വാവേ ഇത്തിരി കുട്ടിക്കടലെ കൊടുക്കോ. പാത്രത്തിൽ കൊടുക്കടാ. വാവയ്ക്ക് എന്താണ് മര്യാദ ഇല്ലാത്ത ഫോൺ നോക്കാൻ പോവാൻ. അവനും വേണം ഫോണ്. ചമില്ലടാ ഇവിടെ പാത്രത്തിൽ കൊടുത്തേക്ക് കുട്ടികളെ താടിന്ന് എനിക്ക് നല്ല കറി ഉണ്ടായിരുന്നു. കുട്ടിയൊക്കെ കഴിക്കും വേണ്ടേ? കഴിച്ചോടാ. വീഡിയോ എടുത്തപ്പോൾ അവൻ എന്തായാലും എന്നെ എടുക്കുന്നു വേണ്ടി നടക്കാൻ തോന്നുന്നു. അവൻ അവൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ നല്ല ചേട്ടൻ എന്തായാലും ചേച്ചി എന്തെങ്കിലും നടക്കുന്ന ഭക്ഷണം കഴിക്കല്ലേ? സമയം എന്തായി നോക്കാം. ഇത് ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ നിർത്തി വിരിച്ചും മോശമാക്കിയിട്ടുണ്ട് പോണേ. വീരപ്പ പോയേടാ കളിക്കാതെ പോയേടാ പുറത്തോട്ട്. ഒരു കളി. ഹലോ ഗേസ്, എല്ലാവർക്കും നമ്മുടെ ആരൻ ഫാമിലിയിലോട്ട് സ്വാഗതം. നമ്മുടെ അച്ഛൻ ഇന്നലെ ചക്ക അച്ഛൻ്റെ വീട്ടിലുണ്ടായ അച്ഛൻ നട്ടുണ്ടാക്കിയ ചക്ക കേട്ടോ. കുട്ടിപ്പാവിൽ നിന്ന് കിട്ടിയ ചക്കയും കൊണ്ട് അച്ഛൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അപ്പൊ അതേ അച്ഛൻ കൊണ്ടുവന്ന ചക്ക അച്ഛനെ കൊണ്ട് തന്നെ നന്നാക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്റെ പണി എനിക്ക് എളുപ്പമായി. ഈ ഒരു പണി എന്ന് പറയുന്നത് വലിയ പണിയാണ്. എന്നാൽ എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടവുമാണ്. എന്തായാലും ഈ കുട്ടിച്ചക്കയിൽ നിന്ന് ഇത്ര നല്ല ചക്കച്ചോളം കിട്ടിയെങ്കിൽ അല്ലേ ശരിക്കും ഒരു വീട്ടിലോട്ട് ഒരു ചെറിയ ഫാമിലിക്ക് ഇത് മതി. ആ ശരിയാണ്. നന്നാക്കാനും എളുപ്പമാണ് അല്ലേ? അല്ല കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അല്ല മറ്റേ വലിയ പ്ലാവിലുണ്ടായില്ലേ ചാ നമ്മുടെ? അത് തീർന്നാ? അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക. കാണുന്നിടത്തൊക്കെ എനിക്ക് ഈ ചക്ക കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. പക്ഷെ ഇത് നന്നാക്കി എടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പൊ വലിയ സന്തോഷം. ഈ ചക്ക കുറേ നാളത്തെ കിട്ടിയേക്കണാണ്. ശേഷം അയ്യോ അതങ്ങനെ തിന്നോ? ആ പഴത്തിൽ നിങ്ങൾക്ക് അതിന് വേറെ മരുന്ന് കൊടുക്കാൻ പോവാട്ടോ. അതാ വായിൽ ഒട്ടിപ്പിടിച്ചിരിക്കാവോ? കഴിക്കടാ രാമ. അതെ ആ ഇങ്ങനെ കക്കി കളയും ഇങ്ങനെ കാണിച്ച്. പോയാടാ മോനെ ഗുളിക. പോയാടാ മോനെ കൂടെ പോയ ഗുളിക. എന്താ സംഭവിച്ചേ? ഇപ്പൊ സംഭവിച്ചേ? എടാ കുട്ടിരാമ ആ കയറുണ്ടല്ലോ ഇവനകത്ത് കയറുമ്പോൾ പുറത്ത് ഊരി വെക്കണ രീതിയിൽ കെട്ടി വെക്കണം. അപ്പൊ നമുക്ക് ഊരി വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അവൻ ആ തൊഴുത്തിൽ നടക്കുമ്പോഴേ പശുക്കളെ ആരെങ്കിലും ചാണകം ഇടണമെങ്കിൽ ആ ചാണകത്തിൽ കൂടിയൊക്കെ ഈ കയറ് പോകും. അപ്പൊ അവൻ കുടിക്കുന്ന സമയത്തൊക്കെ അഴിച്ചു വിടാം നമുക്ക് കുറച്ച് നേരം. അങ്ങനെ കിട്ടിയാൽ മതി. അതാകുമ്പോൾ നമുക്ക് ഊരിയിടാൻ മതി. അവന് കുറച്ച് നേരം ഓടി കളിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ വണ്ടി മറിച്ചിടും. കുട്ടിരാമ ഇവനൊക്കെ ഇങ്ങനെ സ്റ്റേജ് വളർത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ പറഞ്ഞു വിടുമ്പോഴാണ് വിഷമം വരിക. ശങ്കര എന്തെന്ന് എന്റെ പേഴ്സിൽ എന്ത് ചെയ്യണേ? അപ്പൊ ഞാൻ വീണ്ടും പഴയ എന്റെ റൊട്ടീനിലോട്ട് വന്നിരിക്കുകയാണ്. ഉണ്ടാവും എനിക്കറിയാൻ പാടില്ല. എന്താണോ എന്താ താടിയൊക്കെ നിറച്ചു? പിന്നെ എന്ത് ചെയ്യാനാ? പഴയ മാതിരി ഒന്നല്ലോ. എന്റെ അച്ഛനമ്മയൊക്കെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ അതിന് ശേഷം മുടിയൊക്കെ നച്ചോളി. ആ ബെഞ്ചാറസ് ഞാൻ കാണിച്ചു തരാം. കുഴപ്പമൊന്നുമില്ല തന്നെ. കണ്ടാ ബെഞ്ചാറസിന്റെ ബ്ലാക്ക് ഹെൻഡ് പറ്റുന്നത്. അതിന്റെ സമോണി ഞാനോ പറയുന്നോണ്ടാണ് പറ്റാറ്. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ പറ്റാറുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ എന്താടാ അവിടെ എന്താടാ അവന് രാവിലത്തെ എന്റെ പണി മെനക്കെടാക്കാനായിട്ട് വരും. കാര്യം നമുക്കൊരു വീഡിയോ ആയി ഇവനെ കൊണ്ട് അല്ലേ കുഞ്ഞാപ്പോ. പിന്നെ രവിച്ചേട്ടാ ഒരു സങ്കടം പിന്നെ കുട്ടിപ്പോവും ചേട്ടാ. വീരസ്വാമി എടാ സ്വാമി ഇപ്പൊ ശരിയാണല്ല. കാവ്യെ കൊടുത്തു വന്നേക്കണ സ്വാമി അല്ലേ?
കൊള്ളാല ഇതുപോലത്തെ ഒരു മാല അവന് നന്നായിരിക്കും. പൊട്ടിപ്പോരുത് കേട്ടോ, ജപിക്കണ മാലയത്. അത് 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നോ, ഇത്തിരി നേരം ഇട്ടുകൊണ്ട് നടക്കട്ടെ. കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ. സ്വാമി വരൂ, എല്ലാ ഭക്തരെ അനുഗ്രഹിക്കൂ സ്വാമി. അമ്മേ അമ്മേ എനിക്ക് മാല കിട്ടി. അമ്മേ അമ്മ എവിടെ, അമ്മ എവിടെ? കൊച്ചിന് ക്ഷീണം കണ്ട, പാല് കുടിക്കാത്തതിന്റെ. പാല് കൊടുക്കാൻ പാല് വേണ്ടേ? ഞങ്ങള് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല അധികം ഇട്ടിട്ടില്ല. അച്ഛന് കടല പറ്റില്ലാത്തതുകൊണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയാണ്. പിന്നെ നമുക്ക് കടലക്കറി ഉണ്ട്, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുറുമ്പി അമ്മ ഇവിടെ. പൊഞ്ഞേ കുഞ്ഞൂട്ടാ, സത്യത്തില് പശുവിന്റെ പേരൊന്നുമല്ല, കുഞ്ഞൂട്ടൻ, നമ്മുടെ കുഞ്ഞൂട്ടൻ അല്ലേ. കണ്ട മോക്കുരൊക്കെ കണ്ട, എന്റെ മോന് സൗന്ദര്യം നോക്കിയേ കണ്ട, സുന്ദരനാണ് സുന്ദരൻ. പക്ഷെ കുട്ടിമുഖം ഉണ്ട്, പഴയ കുഞ്ഞപ്പന്റെ കുട്ടിമുഖം ഇങ്ങനെ ഞങ്ങക്ക് വരാൻ തോന്നാറുണ്ട് അല്ലേ. ഒരു ചിരിയുണ്ട്, എല്ലാ പല്ലും കൂടി കാണിച്ചിട്ട് അല്ലേ ഇടാ കുഞ്ഞപ്പ, പഴയ ചിരി അതല്ലേ അമ്മേ. ആ ഒരു ചിരിയുണ്ട്, ഒരു പ്രത്യേകതരം ചിരി. ഒരു വയറും ഉണ്ടായി, ആ രസമായിരുന്നു ആ ഒരു നിപ്പ്. ശോ, അതെ ആ നാക്കൊക്കെ ഇട്ട് കാണിക്കലുണ്ട് കേട്ടാ. എന്റെ ദൈവമേ, പക്ഷെ എന്ത് പെട്ടെന്നാ വർഷങ്ങൾ പോയി. എന്താടാ അയ്യോ അത്രയാ, വേഗം എടുക്കൂ, നമുക്ക് ഹനുമാൻ കയറിയിട്ട് പോവാം. എന്റെ പൊന്നെ എന്തൊരാഗ്രഹമാണ്. 18 വയസ്സ് തികയട്ടണ മക്കളെ. ആ ഞാൻ കൊണ്ടുവന്നേ ഇപ്പൊ വരില്ലേ കൊണ്ടുവന്നാക്കിട്ട്. എവിടെ കാറിന്റെ താക്കോല്? നമ്മളിന്നിപ്പോ അതൊക്കെ കഴിഞ്ഞിരിക്കണോണ്ട് നമ്മളിന്ന് ചേച്ചിന് ബ്രെഡ് ഓംലേറ്റ് മതി എന്ന് പറഞ്ഞു കേട്ടോ ഉച്ചത്തേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഓംലേറ്റ് റെഡിയാക്കണതാണ്. 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ട വറുത്ത് വെക്കും, അത്രേ ഉള്ളൂ കേട്ടോ ബ്രെഡ് ഓംലേറ്റ്. അപ്പം ഞാൻ ഉണ്ടാക്കണേ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സവാളയൊക്കെ ഇടും കേട്ടോ. കുറച്ച് കൂടുതൽ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കും. ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മുട്ടയും പുഴുങ്ങി വെക്കുന്നുണ്ട്, ഒരു താറാ മുട്ടയും പുഴുങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട ഇട്ടിട്ട് ഉള്ള പരിപാടി ഉള്ളൂ കേട്ടോ. പിന്നെ മുട്ട പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയല്ല, പച്ചമുളക് ഇടണേ, കുറച്ച് കുരുമുളക് പൊടി. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഓംലെറ്റിന് എടുക്കണത്. അപ്പോൾ വേറെ ഒരു പടിയും കൂടി ഉണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, റെഡിയാക്കാം. അപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ഇന്ന് കടയിൽ നമുക്ക് ലേഡീസ് സെൻ്റർ ആണ്. ലേഡീസ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് സെൻ്റർ ആയിരുന്നു, ഇപ്പോൾ മൊത്തം ഗോൾഡ് കവറിങ്ങിൻ്റെ കടയാണ് നമുക്ക്. അപ്പോൾ ആ കടയിൽ ഇന്ന് കുറച്ച് പണി. അച്ഛനും അമ്മയും കൂടി ചെന്ന് കഴിഞ്ഞ് വേറെ സ്റ്റാഫൊന്നും ഇല്ല, അവർ രണ്ടുപേരും കൂടി തന്നെയാണ് കടയൊക്കെ നടക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ അച്ഛനും അമ്മയും കടയിൽ നിൽക്കുവാണെങ്കിൽ ഒരുപാട് പൊടി തട്ടാനും കടയ്ക്ക് പറക്കാനും ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും സാധാരണ അമ്മ ഉച്ചക്കൊക്കെയാണ് കടയിൽ പോവാറ്. അപ്പം ഇന്നിപ്പോൾ രണ്ടുപേരും കൂടി ചെല്ലുവാണെങ്കിൽ പണി തുടങ്ങാലോ വേഗം. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചോറ് കെട്ടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ബിരിയാണിയുടെ പാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് അച്ഛനും അമ്മയ്ക്കുള്ള ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. സാധാരണ ഇലയോ മുട്ട നമുക്ക് ഫ്രൈ പാനിലോട്ട് ഇടാം. കുരുമുളക് ബ്രെഡ് ഇതിൻ്റെ മീതെ വെക്കണം കേട്ടോ. ബ്രെഡ് എടുത്തിട്ട് അവിടെ ഇരിക്കുക. അപ്പം ഇനി ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയത്, ബ്രെഡ്. അപ്പൊ അച്ഛനും അമ്മയും പോവാണ്ടാ, രാവിലെ കട തുറക്കണം. സാരിയോടെ മടക്കി അപ്പൊ ശരി. സമയം രാവിലത്തെ സമയം വേഗം വേഗം പോകും. ചെറുക്കൻ പോയത് കണ്ടില്ല, സമയം അതിനും വഴുകി. യാത്ര കേട്ടോ. പുഷ്പച്ചിട്ടനോട് അന്വേഷണം പറഞ്ഞേര് വിളിക്കലില്ല. ഒരു യാത്രയായി. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ മിക്കവാറും വന്നുകൊണ്ടിരുന്നതാട്ടോ. ഇപ്പം പിന്നെ അമ്മ പറയും ദിവസവും വീഡിയോ ഒക്കെ വന്നതുകൊണ്ട് ദിവസവും നമ്മളെ കാണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ കുറേ ദിവസം എത്തി കാണുന്ന ഫീലല്ല, ദിവസവും വീട്ടിലുള്ള മാതിരിയാണ്. അപ്പം
നമ്മൾ അല്ലേ. ഇങ്ങനെ ഒരു യൂട്യൂബ് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണോണ്ട് ഇങ്ങനെ വന്ന് നിൽക്കണം എന്ന് കാണാമെന്നുള്ള ഒരു മൈൻഡൊന്നും ഇല്ല. പിന്നെ അമ്മയ്ക്കും വയ്യാതെ ആയതോടുകൂടി എല്ലാവർക്കും ഒരു വിഷമമായി. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ വന്നിട്ട് ഇപ്പം അമ്മയും അച്ഛനും വന്നിട്ട് 1 മാസമായിട്ടാണ്. അപ്പോൾ അങ്ങനെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കൂടി ഇന്നലെ വന്നതാണ്. അപ്പം ഇന്ന് രാവിലെ പോയി. കട ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ഒരു ഞായറാഴ്ചയാണ് അവധി ഇടുന്നത്. ആ ഞായറാഴ്ചയും പോവും അച്ഛൻ. ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു പോയി. അമ്മ വന്നേക്കാം കേട്ടോ. അപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നാ? ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു. അമ്മ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ കോട്ടുണ്ടാ? ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം തന്നുവിടാം. മഴ വരുന്നുണ്ടാവില്ലല്ലോ ഭയങ്കര. അല്ല കോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? എന്നാ കോട്ട് കൊണ്ടുപോയിക്കോ. അമ്മയും പോയിട്ടോ. മഴയത്ത് തന്നെ അവർ പോയി. ഈ പറഞ്ഞോണം അച്ഛൻ കാറൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ റെഗുലറായിട്ടൊന്നും ഓടിക്കാതെ കാർ പഠിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഓടിച്ചു എന്നല്ലാതെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കലൊന്നും ഉണ്ടായില്ല. എന്താണ് എൻ്റെ മേലൊക്കെ നനഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടിക്കാത്തത് കൊണ്ട് ഇപ്പം പഠിച്ചതാണ്, ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം അച്ഛനെ ഓടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 70-70 ദിവസത്തോളമായി. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു ഇത് കിട്ടില്ല. ഒരു സൈഡിൻ്റെ ആ ഒരു വ്യൂവും ഇതൊക്കെ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താ കഷ്ടം എന്ന് പറയണത്, ഈ മഴ ഒക്കെ വരുമ്പോൾ ഇവർ ഈ 2 വീലറിൽ നടക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഈ മഴയത്തൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരാനോ അല്ലെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ പോകുമ്പോഴോ ഒക്കെ ഇവർ 2 വീലറിന് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ പോകണ്ടേ. ശരിക്കും ഒരു കാറൊക്കെ ഓടിക്കണം നമ്മൾ. നമ്മുടെ സെൽഫ് യൂസ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്കും ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് കാറൊക്കെ പഠിച്ച് നടക്കുവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും നനഞ്ഞു പോയിട്ടോ. അപ്പോൾ അത് നമുക്ക് വിഷമമാണ്. മഴ വരികയും ചെയ്ത ആ സമയത്ത് ഇന്ന് അമ്മേനോട് പോകണ്ട, വൈകുന്നേരം ഞങ്ങൾ ആലുവയ്ക്ക് പോകുമ്പോൾ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ട് അത് കഴിയില്ല. അച്ഛനാണെങ്കിൽ ചോറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റില്ല, ഇപ്പോൾ തന്നെ പോകണമെന്ന്, അല്ലെങ്കിൽ രാത്രിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പോയി. മഴ പിന്നെ നല്ല മഴക്കാറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞൂട്ടനെ പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ ആ മഴയത്ത് നിൽക്കണപ്പോൾ ഒന്ന് അഴിച്ചു. ഓടി അവനകത്തോട്ട് കയറിപ്പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഴയത്തു നിന്ന് കയറി നിൽക്കണം നോക്കി. അവനിങ്ങനെ ഇവിടുത്തെ ആളായിക്കാണ്, ഇവിടുത്തെ കാര്യസ്ഥൻ. കയറിപ്പോയി ഇറങ്ങിപ്പോയി. ഇത് ഇവിടെ അകത്ത് നിന്നോ. അകത്തിങ്ങനെ കയറി ഇറങ്ങി നടന്നാൽ പറ്റില്ല. ഞാൻ വാലടയ്ക്കാൻ പോവാ. എനിക്ക് പണിയുണ്ട് വേറെ. പോയിക്കോളൂ കേട്ടോ. പുറത്ത് എവിടെയെങ്കിലും മഴ കൊള്ളാതെ പോയി നിന്നോ. ഒരു മാലയൊക്കെ ഇട്ട് നടക്കുകയാണ് സന്യാസി. ശരി എന്നാ പോട്ടെ കേട്ടാ. എനിക്ക് പണിയുണ്ട് കേട്ടാ. ഇനി കയറണ്ട. ഞാൻ വാലടയ്ക്കുക. പോയിക്കോ. എനിക്ക് പണിയുണ്ടോ. തൻ്റെ പുറകെ നടക്കാൻ നേരമില്ലടോ. പോയല്ല. എനിക്ക് ചായയൊക്കെ കുടിക്കണം. നല്ല വിശപ്പായി. സമയം 10 മണിയായി. ഇന്നിപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. നമുക്ക് വിരുന്നാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർത്താനം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകണം അറിയില്ല. രജിഷേട്ടനാണെങ്കിലും എല്ലാം തിരക്ക് പിടിച്ച് വിട്ടു. ഒന്നും കറക്റ്റ് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. എന്തൊക്കെയോ പാക്ക് ചെയ്ത് എന്തൊക്കെയോ ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അച്ഛനമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ സമയം പോയി. അപ്പം ഞാനും ചായ കുടിക്കട്ടെ. അപ്പം ഞാൻ എന്താ പണിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊണ്ടുവന്ന വലിയ മീനായിട്ടോ. ഞാനിത് കട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം ആലോചിച്ചത്, നമ്മുടെ വീഡിയോസിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് ഇത്ര മോശമൊക്കെ ആയിട്ട് വെച്ചേക്കാം കേട്ടോ. ഞാൻ കട്ടിങ് എനിക്ക് നല്ല കത്തിയില്ല, തേച്ചിട്ടൊന്നും അത്ര മൂർച്ചയും വന്നിട്ടില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മീൻ വലിയത് വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ഒന്ന് ഹോമിയോൻ്റെ ഒക്കെ അടുത്ത് പോകണം. ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ വേഗം തിരക്ക് പിടിച്ച് കറി വെക്കണതാണ്. വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ വിശക്കും. അപ്പോൾ ചോറാണ് വേണ്ടത്. ചോറ് പറ്റി കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മുറിച്ചു കേട്ടോ. ഇത്രയും പീസുകളൊക്കെ മുറിച്ച് വെച്ചു. ഒരു ചെറിയ വലിയ മീൻ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത്രയും പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണേ. കുട്ടികളൊക്കെ പഠിക്കാൻ പോയല്ലോ. അപ്പോൾ ഒന്നും ഇതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്യാം. ഭയങ്കര വില കേട്ടോ. വേണ്ട. അപ്പോൾ ഈ കാലം നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് വെക്കാം. തൽക്കാലം കറി മീൻ മുളകിട്ടിട്ടുള്ള കറിയാട്ടോ വെക്കണേ. തേങ്ങ ചുമ വെക്കണില്ല.
മീൻ കുറച്ച് ഉപ്പും ചോറൊക്കെ ഇട്ട് ഒന്ന് കഴുകി നീറ്റായിട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതേ മീൻകറി അടപ്പത്തായിട്ടോ. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ചാർജ് ഉണ്ടായില്ല ഫോണിൽ. പിന്നെ ഇവിടെ കറണ്ടും പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ മീൻകറി അടപ്പത്തായി. പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ പറയണ എങ്ങനെയാണ്, മടിയാണ്, ലേറ്റായി എന്നൊക്കെ എന്നും പറയണാണല്ലേ. പക്ഷേ ഇന്ന് എല്ലാ പണി രാവിലെ എൻ്റേതായ കൂടി എല്ലാ ജപങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ അമ്മ അച്ഛനും പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മൂകത പോലെ ആയിപ്പോയി. ഇങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ പണികളൊക്കെ പെൻഡിങ്ങായി. അപ്പം ഇനി ആലുവയ്ക്ക് പോകേണ്ട ദിവസമുള്ളൂ. ഇനി തിരക്ക് പിടിച്ചുള്ള പണി എടുക്കേണ്ടി വരും. ഇതാണ് എൻ്റെ പാട്. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഈ മടിയന്മാർ മല ചുമക്കും എന്ന് പറയണത്. ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും എന്തോ മോട്ടറിൻ്റെ പണി ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മോട്ടറിൻ്റെ പണിയല്ല ഇപ്പം, പക്ഷേ ആ സൈഡിലെ പൈപ്പ് കണക്ഷനൊക്കെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ നേരം അതിൻ്റെ പുറകെ കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ പണിക്കാർ വന്നാലാട്ടോ അവിടുത്തെ ലീക്ക് മാറുള്ളൂ. ഇത് മുകളിലോട്ട് പോകുന്ന പൈപ്പ് എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ടോ. ഇത് ഓഫ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഇത് ഓണാക്കുമ്പോഴാണ് വെള്ളം. ഇത് മെയിൻ കണ്ടോ. അപ്പോൾ ഈ വെള്ളം തേക്കത്ത് ഇത് ഭയങ്കരമായിട്ട് ചീറ്റുന്നുണ്ടോ. ഇത് ഇപ്പോൾ പിന്നെയും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം നിൽക്കുന്നുണ്ട്. അവിടെ വെള്ളം നിന്നു. ഫസ്റ്റിലാ ബോർഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴെയാണ്. ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ വെള്ളം ചീറ്റുണ്ടോ. നന്നായി പോയിക്കൊണ്ടിരിക്കുക. അടിയിലോട്ട് തുളയായിട്ട് അപ്പോൾ കുറേ ആയിക്കോട് പോകുന്നത്. മോട്ടർ നമ്മൾ അടിക്കുന്നില്ലല്ലോ, ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ചോറിനാൻ പോവാട്ടോ. തലക്കറി എനിക്ക് കേട്ടോ. ചോറെടുത്തിട്ട് പോവാം. ആയിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതേ തലക്കറി, ഇഞ്ചിക്കറിയും ചോറും. സമയം എത്ര മണി? 8:30 9 മണിയായിരുന്നു. പക്ഷേ ചോറെടുത്തിട്ടോ കോൺഷ്യസ് ആവും. ഡയറ്റല്ല, ഞാൻ കഴിക്കാം. മീനല്ല, ഒള്ളി വെജിറ്റബിൾസ്, സലാഡ്. എനിക്ക് എന്താ ഇനി എനിക്ക് ഓ ദേ അമ്മയുടെ സ്നേഹപുത്രം വന്നപ്പോ അമ്മ വാരി കൊടുക്കണുണ്ടോ? ഉണ്ടവയറുള്ള ഉണ്ടവയർ കുട്ട്. ബാത്റൂമിൽ പാട്ട് പാടാത്തവൻ പുറത്ത് ബാത്റൂമിൽ പോയി പാട്ട് പാടുന്നു. അതെ, കുഞ്ചപ്പന്റെ ഗാനം നീ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ചേട്ടാ. ഇത്ര വർഷത്തിനിടെ കണ്ണപ്പന്റെ ഒരു ടോയ്ലറ്റ് സിംഗർ ആണെന്നുള്ളത്. അതൊക്കെ നമ്മുടെ കുഞ്ചപ്പൻ. എന്താ ടേസ്റ്റ് എന്നറിയോ ഈ വെളുത്ത ചോറും മീൻകറിയും ഇഞ്ചിക്കറിയും ഒക്കെ കഴിക്കാനായിട്ട്. എന്താ ഒരു ടേസ്റ്റ്. കഴിക്കാൻ പാടില്ല എന്നുള്ള സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതല്ല വാ പറഞ്ഞിട്ടേ, പഠിക്കാൻ പറ്റപ്പോ പഠിക്കണം. ചോറ് വൈറ്റാണ്, അല്ലാതെ ബ്ലൂ അല്ലെന്ന്. നല്ല വെള്ളച്ചോറും നല്ല മീൻകറിയും ഇഞ്ചിക്കറിയും തോരനും. എനിക്കറിയാൻ പാടില്ല കേട്ടാ. ഇത് എനിക്ക് തന്നെ കിട്ടി. എനിക്ക് ആഗ്രഹം ഉണ്ടായി തല കഴിക്കണം.
എല്ലാരുടെയും തല കഴിക്കാനാണല്ലോ അമ്മയുടെ ഇതിന്റെ ടേസ്റ്റ് നിനക്ക് അറിയാൻ പാടില്ല. ഈ കുട്ടികളോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫുഡ് ഇഷ്ടപ്പെടണം. കഴിക്കാൻ പോലും അറിയില്ല എന്താ ടേസ്റ്റ്. ഓ എന്റെ അനിയത്തിനെ കണ്ടോ കഴിക്കുന്നതിനൊരു ഗുണം. എന്റെ ഒരു മൂത്ത ആളുണ്ട് ട്ടോ. അമ്മ ജനിച്ചപ്പ ഒരു മാംസ കഷ്ണായിരുന്നു അച്ചാച്ചൻ പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചു. ആ അതെന്താ വെച്ചാൽ ചെറുപ്പം ഞാൻ ഏതെങ്കിലും ഒരു വെട്ടിക്കട പോയിങ്ങനെ അത് വേണ്ട വേണ്ടെന്ന് പറയും. അതുള്ള കാര്യ. എനിക്ക് ഇതിന്റെ കാര്യം ഓർക്കുമ്പോ ഞാൻ 10 പിടി ചോറ് കൂടുതൽ കഴിക്കുക. ഈ കൊച്ചിക്കൊന്നും കഴിക്കണമല്ലോ. സത്യം എനിക്ക് ടെൻഷൻ വന്ന ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് എന്റെ അമ്മ അതുകൊണ്ടാണ് ട്ടോ എന്റെ അമ്മ കഴിക്കുന്നത്. ഇതൊക്കെ നല്ല മനസ്സുള്ള കുട്ടിയായതുകൊണ്ട് എല്ലാ ശരീരത്തിൽ കാണും. ഉണ്ട വയറാണ് വാവയ്ക്കുള്ളത്. അയ്യോ സോറി, ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. കുഞ്ചപ്പാ തലക്കറി കഴിക്കാൻ പറ്റണ്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനൊക്കെ നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ ബൈ. ഓക്കെ.